കരുവന്നൂർ ബാങ്ക് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ഇഡി നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി സിപിഎം. നാളെ തൃശൂരിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിക്കും. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം ഇ വിജയരാഘവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ കൂടിയുണ്ട്. ശരത്ത്, ഈ നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇഡി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരുന്നു. ഇവിടെ കുറ്റപത്രത്തിൽ പാർട്ടിയെ 68ാമത് പ്രതിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയല്ലേ പ്രതിഷേധം? വർഷ, ഇതുവരെ കേട്ടുകളിവില്ലാത്ത ഒരു രീതിയിലാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CPM-ന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള 3 ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടെ തന്നെ അതിനോടൊപ്പം തന്നെ 68ാമത്തെ പ്രതിയായിട്ട് CPM എന്ന രാഷ്ട്രീയ സംഘടനയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം എന്ന് പറയുന്നത്. ഇതിനെതിരെ വലിയ പ്രതിരോധം തീർക്കുമെന്ന് CPI-ഉം CPM-ന്റെ നേതാക്കളും കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇതിനെ ജനകീയമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ ജനകീയമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്നതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് നാളെ വലിയ ബഹുജന മാർച്ച് CPI-ന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്നത്. രാവിലെ 10:30 CMS സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കോർപ്പറേഷൻ പരിസരത്ത് വെച്ച് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും. ഈ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി പാർട്ടി നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിന് എതിരെ രാഷ്ട്രീയമായിട്ടും നിയമപരമായി നേരിടുന്നതിൻ്റെ ആദ്യഘട്ടം എന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി എടുക്കുന്നത്, ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് തന്നെ നേതാക്കളെന്നെല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പാർട്ടി ഒരു രീതിയിലും ഇടപെട്ടിട്ടില്ല. പാർട്ടി നേതാക്കളെ ഇത്തരത്തിൽ കള്ളക്കേസ് കാണിച്ച് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല, അല്ലെങ്കിൽ അത്തരം കേസുകൾ കണ്ടാൽ പേടിക്കുന്നവരല്ല തങ്ങളെന്ന് കൃത്യമായി നേതാക്കൾ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പാർട്ടി ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് നാളത്തെ പ്രതിഷേധ മാർച്ച്. വർഷ, ശരത്ത്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇഡിയുടെ നടപടികളെല്ലാം തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ CPM എന്ന പാർട്ടിയാണ് പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ CPM ഒറ്റക്കെട്ടായി പോരാടും. ആ നിലയിലുള്ള നീക്കങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും വർഷ, ഇത്തരത്തിൽ ഇഡിയുടെ പല നീക്കങ്ങളും നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നും ഇഡിയുടെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ വിജിലൻസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കൈക്കൂലി പണം ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഒരു കശുവണ്ടി വ്യവസായി നൽകിയ പരാതിയിലായിരുന്നു ഇത്തരത്തിലൊരു കേസ് എടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും അംഗം AC മൊയ്തീൻ ഇത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. കാരണം ജില്ലയിലെ തന്നെ പല പ്രമുഖ വ്യവസായികളെയും ഇഡി ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇഡിയുടെ ഇടനിലക്കാർ ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ കേസ് ിക്കണമെങ്കിൽ ഇത്ര രൂപ കൈക്കൂലി നൽകേണ്ടി വരും എന്ന രീതിയിൽ സമീപിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ അഴിമതി നടത്താനൊരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയധികം ധൃതി പിടിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കരുവന്നൂർ കേസിൽ പ്രധാനപ്പെട്ട രീതിയിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളെയെല്ലാം മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ടാണ് ഇഡി ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ ലാക്കുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വർഷ പറഞ്ഞ പോലെ തന്നെ ഈ ഫെഡറലിസം എന്ന തത്വത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കേസെടുക്കുക, ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ആ പാർട്ടിയുടെ നേതാക്കളെ പ്രധാനമായ രീതിയിലും ഇത്തരത്തിൽ ജയിലടയ്ക്കാൻ നോക്കുക, ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തങ്ങളുടെ രാഷ്ട്രീയ ഏമാന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വർഷ, ശരി ശരത്ത്, അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചവരെ പ്രധാന പ്രതിയാക്കിയും ഒപ്പം പ്രധാന പ്രതികളെ മാപ്പ് സാക്ഷിയുമായുള്ള അത്യപൂർവ കുറ്റപത്രമാണ് ഇഡി സമർപ്പിച്ചിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. എന്തായാലും CPM അതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.